കുട്ടികളിൽ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക, അടിപിടി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. നമുക്കൊരു കാര്യത്തോട് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. റിയാക്ട് ചെയ്യുകയും ചെയ്യാം, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തോട് പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ്. ഇമോഷൻ്റെ പേരിൽ ചിന്തിക്കാതെ പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുക എന്ന് പറയുക. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട്, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിലൊക്കെയാണ് അടിപിടി ഉണ്ടാകുന്നത്. സത്യത്തിൽ നമ്മൾ ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് അവരോട് നാം ചെയ്യുന്ന ഔദാര്യമൊന്നുമില്ല. അത് നമ്മളോട് ചെയ്യേണ്ട കടമയാണ്. നമ്മൾ ബാക്കിയുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷമൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് അവിടെ ചീഞ്ഞ് നാറുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് വിജയത്തിലെത്താനൊക്കെ പ്രയാസമായിട്ട് വരും. നിരന്തരമായിട്ട് പ്രാക്ടീസിലൂടെ, അതായത് ഫോർഗീവ്നെസ് ജേർണലിങ്ങിലൂടെ നമുക്ക് ഈ രീതിയിലൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു.